കടത്തനാട് ലേബർ സൊസൈറ്റി നിക്ഷേപ തട്ടിപ്പ് കേസിൽ LDF ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര RD ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേസിലെ ഒന്നാം പ്രതിയും സൊസൈറ്റി സെക്രട്ടറിയുമായ പ്രീന അന്വേഷണ സംഘത്തിന് മുൻപാകെ കീഴടങ്ങി. UDF നിയന്ത്രണത്തിലുള്ള വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, വഞ്ചിതരായ നിക്ഷേപകർക്ക് സമ്പാദ്യം തിരികെ നൽകാൻ സർക്കാർ മുൻകൈയെടുക്കുക, കേസിലെ പ്രതികൾക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് വടകര RDO ഓഫീസിന് മുന്നിൽ LDF നേതൃത്വം നൽകുന്ന ആക്ഷൻ കമ്മിറ്റി അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തി സമരം തുടങ്ങി. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സത്യാഗ്രഹ സമരം. നിക്ഷേപകർ ഉൾപ്പെടെ പങ്കെടുക്കുന്നു. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരൻ മാസ്റ്റർ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഗൗരവം കുറഞ്ഞൊരു ചാർജ് എടുത്തിട്ടാണ് ഈ കേസിന് തുടക്കമിട്ടിരിക്കുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പുകൾ, മരണമൊഴി തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് 8 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ 8 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായ സംഭവവികാസങ്ങൾ ഡോക്ടർമാരോട് പറയുന്നുണ്ടായിരുന്നു. അവർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതെല്ലാം മരണമൊഴിയായി സ്വീകരിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഈ കേസിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പോലീസ് തയ്യാറായിട്ടില്ല. 2.16 കോടി രൂപയുടെ സാമ്പത്തിക തിരിമറിയാണ് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സൊസൈറ്റി മുൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ സുധീർ കുമാർ, ഡയറക്ടർ റിനീഷ് എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നു. ഒന്നാം പ്രതി പ്രീന ക്രൈംബ്രാഞ്ച് മുമ്പാകെ കീഴടങ്ങി. സൊസൈറ്റി സെക്രട്ടറിയായ പ്രീനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.